നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും മലപ്പുറത്ത് ഒരു കല്യാണ വീട്ടിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവത്തിന്റെ ഒരു വീഡിയോ. ശരിക്കും നമ്മുടെ അടുത്തേക്ക് മിസ്ബിഹേവ് ആയിട്ട് പെരുമാറുകയും ഹറാസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുടർന്നുള്ള സംഭവങ്ങൾ നമ്മൾ അവിടെ നിന്ന് മാറുമ്പോൾ പെട്ടെന്ന് നടന്ന് പോകുമ്പോൾ കുറച്ച് അവർ പുറകെ ഓടി വന്നപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തു. അതൊക്കെ ഒരുപാട് ന്യൂസ് ചാനലുകളിൽ സ്പ്രെഡ് ചെയ്യുകയും തല്ല് കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് ചാനൽ തല്ലൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ ബോഡി പാർട്സിൽ മോശമായിട്ട് ഫോട്ടോ എടുത്തു. അതുകൊണ്ടാണ് സംഭവം. എങ്ങനെ അലൻ അവിടെ ചെന്നത്? അലൻ്റെ വല്ല സുഹൃത്തിൻ്റെ കല്യാണമോ എന്താ? അല്ല, നമ്മൾ പെയ്ഡായിട്ട് കല്യാണ വർക്കുകൾ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പം അങ്ങനെ പോയ ഫംഗ്ഷനാണ്. അതായത് ഗസ്റ്റ് ആയിട്ട് അവർ വിളിച്ചതാണ്? ഗസ്റ്റായിട്ട് വിളിച്ചതാണ്. പേയ്മെന്റ് അതൊക്കെ സെറ്റ് ചെയ്താൽ, പക്ഷേ പേയ്മെന്റ് തരുമെന്ന് പറഞ്ഞിട്ട് എന്തും നമ്മൾ അവിടെ ചെയ്യാറില്ല. അല്ല, ഇത് ആരാണ് കല്യാണത്തിന് വിളിച്ചതാരാണ്? അപ്പം അത് ചെക്കന്മാരുടെ കല്യാണ ചെക്കൻ്റെ കൂട്ടുകാരന്മാരോ അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും. അല്ല, കറക്റ്റായിട്ട് ആരാണെന്ന് അറിയില്ല. കാരണം നമ്മുടെ ഒരു കൂട്ടുകാരൻ മാഹിൻ മോറ്റോ വിളിച്ചത്. അത് ശരി. അപ്പൊ അദ്ദേഹത്തിന് അറിയായിരിക്കുമല്ലോ. അറിയാം, അദ്ദേഹത്തിന് വിളിച്ചു നോക്കാം. ഓക്കെ, എന്നാ വിളിച്ചു നോക്കാം. ഹലോ, നമസ്കാരം ചേട്ടാ, ഞങ്ങൾ നഗരം ന്യൂസിൽ നിന്നാണേ. ഓക്കെ, അലന് മലപ്പുറത്തുണ്ടായ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ചേട്ടനാണ് അത് കോർഡിനേറ്റ് ചെയ്തതെന്നും അതൊരു പെയ്ഡായിട്ട് പോയ കല്യാണമാണെന്നും അലൻ ഞങ്ങളോട് പറഞ്ഞു. ഓക്കെ, അതിപ്പോ ആരാണ് വിളിച്ചത്? അങ്ങനെ എന്തെങ്കിലും അത് വിളിച്ചത് സാദിഖ് ഒരു പയ്യനാണ് വിളിച്ചത്. അതുപോലെ ഫാൻസ് അസോസിയേഷൻ ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരും വിളിക്കാറുണ്ട്. കല്യാണത്തിന് അല്ലെങ്കിൽ ബർത്ത്ഡേ വിഷസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വിളിക്കാറുണ്ട്. അതിനൊക്കെ പേയ്മെന്റ് നമ്മൾ ചെയ്യുന്നത്. അല്ല, ഫാൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ അലന്റെ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഫാൻസ്. ഓക്കെ, അപ്പൊ ആ ഫാൻസ് അസോസിയേഷൻ ഉള്ള ആൾക്കാരെ വിളിച്ചിട്ട് അവരോട് ഇങ്ങനെ പറയും, ഇന്ന റേറ്റിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ല, അപ്പം ചേട്ടന്റെ പേരെന്തായിരുന്നു? ഒന്നും കൂടെ. എന്റെ പേര് മാഹിൻ മൂവാറ്റുപുഴ. അപ്പം അതായത് ചേട്ടൻ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ്? ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്ന ആളെന്നല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ചെറുക്കന്റെ വീട്ടുകാരാണോ പെണ്ണിന്റെ വീട്ടുകാരാണോ അലനെ വിളിച്ചത്? ഇത് ചെറുക്കന്റെ വീട്ടുകാരാണ് വിളിച്ചത്. ചെറുക്കന്റെ വീട്ടുകാർ വിളിച്ചു എന്ന് പറഞ്ഞാൽ അത് അവനെ വിളിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല, കോമാളിത്തരം കളിപ്പിക്കാൻ വേണ്ടിയാണ് അവനെ വിളിക്കുന്നത്. മനസ്സിലാക്കിയ? ഓക്കെ, അത് അപ്പം അലനോട് ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതൊന്ന് ക്ലിയർ ആയിട്ട് പറയോ? അതിന് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിന് ഒളിച്ചു വെച്ചിട്ടുള്ള ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്.